ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മാക്സിന് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. നമ്മളിവിടെ ക്യാൻവാസ് യൂസ് ചെയ്തിട്ടാണ് നെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 10 ഇഞ്ച് ലെങ്ത്തും ഒരു 14 ഇഞ്ച് വിഡ്ത്തുമുള്ള ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ചും നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചുമാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ബോക്സ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു റൗണ്ട് ഷേപ്പ്, ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വിഡ്ത്ത് മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പോയിൻറ്റിൽ നിന്ന് 3 ഇഞ്ച് വിഡ്ത്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ വേണം നമ്മൾ ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ ആ 3 ഇഞ്ച് പോയിൻറ്റ്സൊക്കെ ഒന്ന് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക. ഇനി നെക്കിൻ്റെ സെൻറ്ററിലൂടെ നമുക്ക് 1.5 ഇഞ്ച് വിഡ്ത്തിൽ ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അടിവശം വരെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് 1.5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പോയിൻറ്റ്സൊക്കെ ഒന്ന് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടിവശത്തേക്ക് ഇതേപോലെ ജസ്റ്റ് ചെറിയൊരു കർവ് ഷേപ്പ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് വെച്ച ലൈനിലൂടെ ഈ ക്യാൻവാസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. നെക്കിൻ്റെ പുറകുവശവും പിന്നെ ഉൾവശവും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈന് കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് നെക്കിനെ 2 പാർട്ടാക്കി മാറ്റാം. അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ നെക്ക് വരുന്നത്. ഇനി നമുക്ക് ഈ ക്യാൻവാസ് ഒന്ന് ഫാബ്രിക്കിൽ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇതിൻ്റെ ഗ്ലേസിംഗ് ആ ഒരു വശം ഫാബ്രിക്കിനോട് ചേരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ നെക്കിൻ്റെ 2 പാർട്ടും നമ്മൾ ഫാബ്രിക്കിൽ വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക. ഇനി ക്യാൻവാസിനോട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി വരുന്ന ഫാബ്രിക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ എക്സ്ട്രാ വരുന്ന ഫാബ്രിക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഉൾവശം ഇപ്പം കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, അത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് കട്ട് ചെയ്യാം. ഇനി 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്തിട്ട് നമ്മൾ നെക്കിൻ്റെ ഈ ഒരു പാർട്ട് വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശത്ത് ക്രോസ് പീസിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഞാൻ 2 സൈഡും ഇതേപോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മളിവിടെ തയ്യൽ തുമ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ക്രോസ് പീസ് ഇതിൻ്റെ ചീത്ത വശത്തേക്ക് ഇതേപോലെ മറിച്ച് വെച്ചിട്ടൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ഭാഗവും അതേപോലെ തന്നെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് അടിവശത്ത് ആ ഒരു കർവ് ഷേപ്പ് വരെ ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ 2 സൈഡും ഞാനിവിടെ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നെക്കിൻ്റെ ഉൾവശമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നെക്കിൻ്റെ മേൽവശത്തേക്ക് ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ മേലോട്ടേക്ക് ഇതേപോലെ കയറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. നെക്കിൻ്റെ ഉൾഭാഗമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ നെക്കിൻ്റെ 2 പാർട്ടും തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം അടിഭാഗത്ത് കൂടെ നമുക്കൊന്നുകൂടെ പൈപ്പിംഗ് കൊടുത്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് തന്നെ വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശം, ക്രോസ് പീസിൻ്റെ നല്ല വശം നെക്കിൻ്റെ നല്ല വശം തമ്മിൽ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തയ്യൽ തുമ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ക്രോസ് പീസ് നെക്കിൻ്റെ ചീത്ത വശത്തേക്ക് മറിച്ച് വെച്ചിട്ട് നമുക്കൊന്നുകൂടെ ഇതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ജോയിൻറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ഇതിൻ്റെ അരികുവശം കൂടെ ഒന്ന് പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാക്സിയായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണം.
അപ്പോൾ നമ്മൾ മാക്സിൻ്റെ നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഈ ഒരു നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മാക്സിൻ്റെ ചീത്ത വശത്ത് നെക്കിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് സെൻറ്റർ രണ്ടും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഈ ഒരു ക്യാൻവാസിനോട് ചേർന്നിട്ട് നമുക്ക് നെക്കൊന്ന് ഇതേ ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ നെക്ക് ഇതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഉള്ളിലുള്ള ഈ ഒരു ഫാബ്രിക് നെക്കിൻ്റെ ഉൾവശത്തുള്ള ഈ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം. അതിനുശേഷം തയ്യൽ തുമ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ സ്റ്റിച്ചിന് കുടുങ്ങാതെ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു നെക്ക് നമുക്ക് മാക്സിൻ്റെ നല്ല വശത്തേക്കൊന്ന് മറിച്ചെടുക്കണം. ഇനി നല്ല വശം വെച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ അരികിലൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ അതിൻ്റെ അരികു വശവും നമുക്ക് ഈ ഒരു സൈഡ് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് മാക്സിയായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ നെക്കിൻ്റെ രണ്ട് സൈഡും നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ക്രോസ് പീസ് വെച്ചിട്ട് നെക്കിൻ്റെ മുകൾ വശത്ത് കൂടെ ഒന്ന് പൈപ്പിംഗ് കൊടുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് എടുത്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് മുകൾ വശത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു ക്രോസ് പീസ് നമ്മൾ ഇതേപോലെ ഉള്ളോട്ടേക്ക് ഒന്ന് മറിച്ചെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ പൈപ്പിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഫ്രണ്ട് വശത്ത് വെക്കുന്നതിനുള്ള ആ ഒരു ദോരി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടി 1 ഇഞ്ച് വീതിയും 12 ഇഞ്ച് ലെങ്ത്തുമുള്ള ഒരു ഫാബ്രിക് ഇതേപോലെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എക്സ്ട്രാ വരുന്ന ആ ഒരു പാർട്ടൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വശത്തേക്കൊന്ന് മറിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു നീഡിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ അതിൻ്റെ ഒരറ്റത്ത് ഇതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നീഡിലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഒന്ന് മറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നീഡിലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ട് നമ്മളിത് ഉള്ളോട്ടേക്കൊന്ന് ഇതേപോലെ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ശക്തിയായിട്ട് വലിക്കരുത്, അപ്പം നമ്മളെ നൂല് പൊട്ടിപ്പോവും. അപ്പോൾ ആ ടോപ്പിലുള്ള ഭാഗം ഒന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് മെല്ലെ മെല്ലെ ഒന്ന് തിരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഉള്ളിലൂടെ ഇതേപോലെ വലിച്ചെടുക്കാം. ഇനി നമ്മളിവിടെ 2 ഇഞ്ച് വീതിയും 2 ഇഞ്ച് ലെങ്ത്തുമുള്ള ഫാബ്രിക് ഇതേപോലെ തന്നെ 2 പീസ് ഫാബ്രിക് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് കോണാക്കി മടക്കി വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മാക്സി നെക്കിൻ്റെ സെൻറ്ററിൽ ഈ ഒരു പാർട്ട് ഇതേപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു ഭാഗം മേൽവശത്തുള്ള ഈ ഒരു ഭാഗം ഇതേപോലെ സെൻറ്ററിലേക്ക് വരത്തക്ക രീതിയിൽ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാക്സി നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.